ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ പോർഷൻ കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരു 3-4 വീഡിയോ ആയിട്ട് കവർ ചെയ്തിരുന്നു. ഇപ്പോൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് സെറ്റ് എക്സാമിനും അതുപോലെ തന്നെ നെറ്റ് എക്സാമുകൾക്കും ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. സെറ്റിനേക്കാളും കൂടുതൽ നെറ്റ് എക്സാമുകൾക്കാണ് കൂടുതലായിട്ടും ഇത് വന്നിട്ടുള്ളത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വന്നത്. എന്നാൽ സെറ്റ് എക്സാമിനും ബേസിക് ലെവലിലുള്ള നെറ്റിന്റെ അത്രയും ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് റിസർച്ചിൽ നിന്ന് സെറ്റിന് ചോദിക്കാറില്ല. നെറ്റിനാണ് ഒരുപാട് ഡെപ്ത് ആയിട്ട് ചോദിക്കുന്നത്. സെറ്റിന് വളരെ ബേസിക് ലെവലിലുള്ള റിസർച്ച് ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റെഫർ ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോർഷനുകൾ മാത്രമായിരിക്കും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. ഏകദേശം ഒരു 4 വീഡിയോ കൊണ്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തീർത്ത് അതിനുശേഷം ജനറൽ നോളജ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ കാണുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കായിട്ട് ഒരു പ്രത്യേക സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സെറ്റ് എക്സാമിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഇന്ന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഒരു പോർഷനാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. The word research is made from the two terms re and search. Re and search. The word research is made up to two terms, re and search. The re means again, and the search means examine closely and carefully. ഒന്നുമില്ല, റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് റിസർച്ച് ആ വേർഡിൽ നിന്ന് അറിയാം. റിസർച്ച്, റീ എന്ന് പറഞ്ഞാൽ അഗൈൻ, സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സെർച്ച് എക്സാമിൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യത്തിൽ നമ്മൾ വീണ്ടും എക്സാമിൻ നടത്തി അതിൽ നിന്ന് നോളജ് ഗെയിൻ ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള വൈറസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് സ്പ്രെഡ് ആകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റിസർച്ച് നടത്തി സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെന്താണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതായത് ഓൾറെഡി നമുക്കറിയാം എന്താണ് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറസ് ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം കണ്ടെത്തുകയാണ് അല്ലെ. അതായത് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലത്തിൽ സെർച്ച് ചെയ്ത് റീ ആയിട്ട് വീണ്ടും സെർച്ച് ചെയ്ത് എന്ത് ചെയ്യാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. ഒന്നുകൂടി ഓർത്തിരിക്കണം, റിസർച്ച് എന്ന് പറയുന്ന വേർഡ് എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റീ എന്നും സെർച്ച് എന്നും. റീ എന്ന് വെച്ചാൽ എന്താണ് എഗൈൻ എന്നാണ്. സെർച്ച് എന്ന് മീൻസ് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ എന്നാണ്. ഓക്കെ ആണല്ലോ. ദ റിസർച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് something in search of some new information. എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നടത്തുകയാണ്. അതായത് ഏറ്റവും നല്ല വിശകലനമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രോബ്ലത്തെ കുറിച്ച് സ്റ്റഡി നടത്തി അതിൽ നിന്ന് എന്തുണ്ടാക്കിയെടുക്കുകയാണ്, പുതിയതായിട്ടൊരു ഇൻഫർമേഷൻ ഗെയിൻ ചെയ്തെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. അടുത്ത റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആർ യൂഷ്വലി സ്പെസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ടോപ്പിക് ഓഫ് ദി റിസർച്ച്. അതായത് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും, റിസർച്ചിന്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് എങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും, സോഷ്യൽ മീഡിയയെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് എന്ന് പറയുന്നത് കൺസ്യൂമർ ബൈയിങ് ഡിസിഷനെ കുറിച്ചാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്തിനെ ബേസ് ചെയ്തിരിക്കും, കൺസ്യൂമർ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ബേസ് ചെയ്ത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ടോപ്പിക്കിനെ ബേസ് ചെയ്തായിരിക്കും എന്തിരിക്കുന്നത് റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് ഇരിക്കുന്നത്. ഒന്നുമില്ല, റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വേർഡ് ചേരുന്നതാണ്, റീയും സെർച്ചും. റീ എന്ന് പറഞ്ഞാൽ എഗൈൻ എന്നും സെർച്ച് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ഓർ ക്ലോസ്ലി ആൻഡ് കെയർഫുള്ളി എന്നുമാണ് പറയുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. സ്റ്റഡി നടത്തി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തി എന്ത് ചെയ്യുകയാണ്, ഒരു ന്യൂ ഇൻഫർമേഷൻ ഗെയിൻ ചെയ്തെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനെ ബേസ് ചെയ്തിരിക്കും, അതിന്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിരിക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിസർച്ച് നോക്കാം. ഓക്കെ ആണല്ലോ. ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഒരുപാട് ടൈപ്സ് ഉണ്ട് റിസർച്ചിൽ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 ടൈപ്പുകളായിരിക്കും നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള ടൈപ്പുകളൊക്കെ നോക്കുക. സ്ഥിരമായി ചോദിച്ചു വന്നിട്ടുള്ള 2-3 ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റിസർച്ച്. റിസർച്ചിലെ ഫസ്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന റിസർച്ച് ആണ് ഫണ്ടമെന്റൽ റിസർച്ച്.
It is conducted for formulating the theories and has a greater scope of application. അതായത് നമ്മൾ ഈ ഫണ്ടമെന്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തിയറീസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, അതായത് ഫണ്ടമെന്റൽ റിസർച്ച് നടത്തുന്നത്. It is used for generalizing and make the addition to the existing knowledge. അതായത് ഓൾറെഡി നിലനിൽക്കുന്ന ഒരു നോളജിനെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ അഡീഷൻ ഉണ്ടാക്കുകയാണ്, അതിന് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ റിസർച്ചിനകത്ത് ചെയ്യുന്നത്. ഇത് ജനറലൈസ് ചെയ്യുകയാണ്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു നോളജിനെ എന്ത് ചെയ്യുകയാണ്, അവർ എക്സ്പാൻഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻഫർമേഷനുകൾ ആഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെ അകത്ത്. Fundamental research is also known as pure research. ഓർത്ത് വെച്ചാണ് പ്യുവർ റിസർച്ച്, അതുപോലെ തന്നെ ബേസിക് റിസർച്ച്. ഫണ്ടമെന്റൽ റിസർച്ചിന്റെ മറ്റ് രണ്ട് പേരുകളാണ് ഏതൊക്കെ, പ്യുവർ റിസർച്ചും അതുപോലെ തന്നെ ബേസിക് റിസർച്ചും. ഓർത്ത് വെക്കുക, ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഫോർമുലേഷന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന റിസർച്ച് ആണ് ഫണ്ടമെന്റൽ റിസർച്ച്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റിസർച്ച് എന്ത് ചെയ്യുകയാണ്, ഇൻഫർമേഷനുകളെ ജനറലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷനിലേക്ക് എന്ത് ചെയ്യുകയാണ്, അത് എക്സ്പാൻഡ് ചെയ്യുകയും അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പുതിയ നോളജുകൾ ആഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫണ്ടമെന്റൽ റിസർച്ചിന് പറയുന്ന മറ്റൊരു പേരാണ് പ്യുവർ റിസർച്ച് അഥവാ ബേസിക് റിസർച്ച്. It is not usually generate the findings that have immediate application in a practical level. അതായത് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കാണാൻ ഏതിന് സാധിക്കത്തില്ല, ഫണ്ടമെന്റൽ റിസർച്ചിന് സാധിക്കത്തില്ല. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടേണ്ട ഒരു പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ ഏത് റിസർച്ച് നടത്താൻ പാടില്ല, ഫണ്ടമെന്റൽ റിസർച്ച് നടത്താൻ പാടില്ല. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഏതിൽ വരികയില്ല, ഫണ്ടമെന്റൽ റിസർച്ചിൽ വരത്തില്ല. ഇതാണ് പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ റിസർച്ചിനെ പറ്റി പറയാനുള്ളത്. ഓർത്ത് വെക്കുക, ഫണ്ടമെന്റൽ റിസർച്ചിന്റെ മറ്റ് രണ്ട് പേരുകൾ ഓർത്ത് വെക്കുക, പ്യുവർ റിസർച്ച് അഥവാ ബേസിക് റിസർച്ച്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷന് നമ്മൾ ഏത് യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഏത് റിസർച്ച് ഫോളോ ചെയ്യരുത്, ഫണ്ടമെന്റൽ റിസർച്ച് ഫോളോ ചെയ്യരുത്. തിയററ്റിക്കൽ ഫോർമേഷൻ ആണ് കൂടുതലായിട്ടും ഫണ്ടമെന്റൽ റിസർച്ച് നടത്തുന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോളജിന് അഡീഷൻസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, നമുക്ക് അടുത്ത ടൈപ്സ് ഓഫ് റിസർച്ചിലേക്ക് പോകാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് അപ്ലൈഡ് റിസർച്ച്. സെക്കൻഡ് ടൈപ്സ് ആണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എനി സ്പെസിഫിക് സോഷ്യൽ ഓർ ബിസിനസ് ഇഷ്യൂസ്. അതായത് നമ്മൾ അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്നെങ്കിൽ അത് സോഷ്യൽ ഇഷ്യൂസ് ആകാം, അല്ലെങ്കിൽ അത് ബിസിനസ് ഇഷ്യൂസ് ആകാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂവിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ഏത് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്, അപ്ലൈഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. It is conducted to find solution for any particular problem or to analyze a particular issue. അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എടുത്ത് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇഷ്യൂ എടുത്ത് അനലൈസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് നമ്മൾ ഏതിൻ്റെ അകത്ത് ചെയ്യുന്നത്, അപ്ലൈഡ് റിസർച്ചിന്റെ അകത്ത് ചെയ്യുന്നത്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സോഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ആണ് എന്ന് പറയുന്നത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. The result is the solution to a problem. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ പ്രോബ്ലം, ഏത് പ്രോബ്ലം ആണോ നമ്മൾ എടുത്തേക്കുന്നത്, ആ ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്തു, ഒരു പ്രോബ്ലത്തെ ബേസ് ചെയ്ത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കും. ടൈം ലിമിറ്റ് ഈസ്, അതായത് ടൈം ലിമിറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പൊ ബിസിനസ് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്തിരിക്കണം, സോൾവ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ കിങ് ലിയറിന്റെ അകത്ത്, കിങ് ലിയർ എന്നാന്ന് തോന്നുന്നു ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ദിലീപിനോട് എന്താണ് പറയുകയുണ്ടായി, ഒരു ബിസിനസിന്റെ ഹെഡായിട്ടുള്ള ആൾ പറയുകയുണ്ടായി, ഇത്ര സമയത്തിനുള്ളിൽ പ്രോഫിറ്റ് മാർജിൻ ഇത്ര ലിമിറ്റ് കൂട്ടണം എന്ന് പറയും. അപ്പം എന്താണ് ഈ പ്രോഫിറ്റ് കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും അതിനെ തുടർന്ന് മറ്റേ എന്താണ് പേസ്റ്റിന്റെ ആണെന്ന് തോന്നുന്നു, പേസ്റ്റിന്റെ എന്താണ് ആ ഒരു ഹോളിന്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് പേസ്റ്റ് ഇറങ്ങി വരികയും അങ്ങനെ പെട്ടെന്ന് തന്നെ പേസ്റ്റ് തീരുകയും വീണ്ടും അവർക്ക് പർച്ചേസ് ചെയ്യണം. 3 മാസം കൊണ്ട് തീരേണ്ട പേസ്റ്റ് 2 മാസം കൊണ്ട് തീരുകയും വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കൂട്ടുന്ന ഒരു സിറ്റുവേഷൻ ഏതിനകത്ത് കിങ് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കകത്താണ് എന്ന് തോന്നുന്നു പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് പഠിക്കാനുള്ളതുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് വരും. അപ്പോൾ അവിടെ ചൂസ് ചെയ്ത റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്, അപ്ലൈഡ് റിസർച്ച് ആണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ഒരു പ്രോബ്ലത്തിന് അവർ എന്ത് കണ്ടുപിടിച്ചു, സൊല്യൂഷൻ കണ്ടെത്തി. ഇനിയാണ് അതാണ് അവിടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും.
with the findings of a practical relevance and values. ഇവിടെ എന്താണ് ഇവിടെ ഫൈൻഡിങ്സിന് വളരെയധികം പ്രാക്ടിക്കൽ, അതെന്താണ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാക്ടിക്കൽ ആയിട്ട് വളരെയധികം റെലവൻസ് ഉണ്ട്, അതുപോലെ തന്നെ വാല്യൂസും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ് ടൈപ്സ് ഓഫ് റിസർച്ചിന്റെ അകത്ത് അപ്ലൈഡ് റിസർച്ച് ആണ് പഠിച്ചത്. ഓർത്ത് വെക്കുക, അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ച് ആണ് എന്ന് പറയുന്ന അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. കാണാമെന്ന് വിചാരിക്കുന്നു. It is conducted to find a solution for അതായത് കണ്ടക്ട് ചെയ്യുന്നത് എന്താണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇഷ്യൂവിന് സൊല്യൂഷൻ കണ്ടെത്താനാണ്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഫൈൻഡിങ്സിന് വളരെയധികം പ്രാക്ടിക്കൽ റെലവൻസും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് വാല്യൂസും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് അപ്ലൈഡ് റിസർച്ച് എന്നും എന്താണ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നും വ്യക്തമായിട്ട് പഠിച്ച് വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് നോക്കാം. റിസർച്ചിന് തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പം ഇത് ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് റിസർച്ചിലെ മറ്റൊരു ടൈപ്സ് ആണ് സ്ട്രക്ചേർഡ് റിസർച്ചും അൺസ്ട്രക്ചേർഡ് റിസർച്ചും. ഇത് അങ്ങനെ ചോദിച്ചു വരാത്ത ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞതിന് മുമ്പിലത്തെ സെറ്റ് എക്സാമിന്, അതായത് 2019 സെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കണ്ടതിനെ തുടർന്ന് ഞാൻ ജസ്റ്റ് ഇതുകൂടി ഒന്ന് ഇൻക്ലൂഡഡ് ആക്കിയതാണ്. വളരെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. ഒന്ന് സ്ട്രക്ചേർഡ്, ഒന്ന് അൺസ്ട്രക്ചേർഡ്. അപ്പോൾ ഒന്ന് എന്തായിരിക്കും സ്ട്രക്ചർ ഉള്ളത്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. മറ്റേത് എന്താണ് അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള സ്ട്രക്ചറും ഇല്ലാത്തതാണ്. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. എങ്കിൽ കൂടി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ പോർഷനും കൂടി ഒന്ന് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ചിൽ മറ്റൊന്നാണ് സ്ട്രക്ചേർഡ് റിസർച്ച്, അടുത്ത അൺസ്ട്രക്ചേർഡ് റിസർച്ച്. In this research, objectives, designs, sample, etc. all are pre-designed. അതായത് സ്ട്രക്ചേർഡ് റിസർച്ചിന്റെ അകത്ത് എന്താ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ്, റിസർച്ചിന്റെ ഡിസൈൻ, റിസർച്ചിൽ എത്രത്തോളം സാമ്പിൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. അതായത് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്ട്രക്ചേർഡ് റിസർച്ച്. എന്നാൽ അൺസ്ട്രക്ചേർഡ് റിസർച്ച് ആണ് ഇറ്റ് അലൗസ് ദ ഫ്ലെക്സിബിലിറ്റി ആസ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്, ഡിസൈൻസ് എക്സെട്ര ആർ നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. അതായത് ഇവിടെ നമുക്ക് എത്രത്തോളം സാമ്പിൾ വേണം, അല്ലെങ്കിൽ എത്രത്തോളം എന്തായിരിക്കണം റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്, എന്തായിരിക്കണം റിസർച്ചിന്റെ ഡിസൈൻ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും അതിന് മാറ്റങ്ങൾ വരുത്താനും നമുക്ക് സാധിക്കും. ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്, അൺസ്ട്രക്ചേർഡിൻ്റെ അകത്ത്. അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമല്ല. ആ സമയത്ത് നമുക്ക് തോന്നുകയാണ് എന്താണ് ഇന്ന സാമ്പിൾ, ഇത്ര സാമ്പിൾ എടുക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രയും സാമ്പിൾ, അല്ലെങ്കിൽ കുറച്ച് ചെയ്തു തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി അത്രയും സാമ്പിൾ വേണ്ട, കുറച്ചുകൂടി കുറച്ച് സാമ്പിൾ മതി, അപ്പോൾ നമുക്ക് കുറച്ച് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ സാമ്പിൾ കളക്ട് ചെയ്യാം. അങ്ങനെ എന്താണ് അതായത് റിസർച്ച് ഡിസൈൻ ഏത് ചൂസ് ചെയ്യണം, ഒരു ഡിസൈൻ ചൂസ് ചെയ്തു അതിനോട് താല്പര്യമില്ല എങ്കിൽ വേറൊരു ഡിസൈൻ ചൂസ് ചെയ്യാം. ഇതെല്ലാം ഏതിനാണ് ഈ അൺസ്ട്രക്ചേർഡ് റിസർച്ചിന്റെ അകത്ത് സാധിക്കും. അതായത് ഇവിടെ എന്തുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, പ്രീ ഡിറ്റർമിൻഡ് അല്ല. അപ്പോൾ ഓർക്കുക, സ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് ആണ്. ഇവിടെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എന്താണ് ഡിസൈൻസ്, സാമ്പിൾസ്, ഇതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആണ്, നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് എ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പം നമുക്ക് ചിലപ്പോൾ ചോദിക്കും എന്താണ് സ്ട്രക്ചേർഡ് റിസർച്ച് ഇസ് എ ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്, അല്ലെങ്കിൽ എന്താണ് ഈസ് ഇറ്റ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പം എന്താണ് സ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നേച്ചറിലാണ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറയുന്നത്. എന്നാൽ അൺസ്ട്രക്ചേർഡ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അതായത് അതിന്റെ ഏതാണ് പ്രോബ്ലത്തിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇതെന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് റിസർച്ച് എന്നാണ്. ചെറിയൊരു പോർഷൻ ആണ്, ഒന്ന് ഓർത്തിരിക്കുക. രണ്ട് ടൈപ്സ് വരുന്നതാണ് സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഡിസൈൻസ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ സാമ്പിൾ ഒക്കെ നേരത്തെ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടില്ല, ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് റിസർച്ച്. ഒന്ന് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ്, ക്വാളിറ്റേറ്റീവ് ആണ് അൺസ്ട്രക്ചേർഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു റിസർച്ച് ടൈപ്സിലേക്ക് പോകാം. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ആണ്, റിസർച്ചിന്റെ ടൈപ്സ് ആണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഡിഡക്റ്റീവ് റിസർച്ചും ഇൻഡക്റ്റീവ് റിസർച്ചും. സാധാരണഗതിയിൽ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്ന ഏരിയ ആണ് ഡിഡക്റ്റീവ് റിസർച്ചും ഇൻഡക്റ്റീവ് റിസർച്ചും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാൻ നമുക്ക് സാധിക്കും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യും, അന്നേരം നമുക്ക് കാണാൻ സാധിക്കും ഈ ഡിഡക്റ്റീവ് റിസർച്ചും ഇൻഡക്റ്റീവ് റിസർച്ചും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി തന്നെ റിസർച്ചിന് വേണ്ടി ക്വസ്റ്റ്യനുകൾ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനുകൾ മാത്രമുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് എന്താണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ്.
ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എയിം ടു ടെസ്റ്റിംഗ് എ തിയറി. ഒരു തിയറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ച് ആണ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എയിംസ് അറ്റ് ഫോർമുലേറ്റിംഗ് എ തിയറി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട്, എക്സ്പ്ലോറിംഗ് എ ന്യൂ ഫിനോമിനൻ, ഒരു പുതിയ ഫിനോമിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, ഓർ എക്സിസ്റ്റിംഗ് ദ തിയറി ഫ്രം എ ന്യൂ പെർസ്പെക്റ്റീവ്. അതായത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നിലനിൽക്കുന്ന ഒരു തിയറിയെ ഒരു പുതിയൊരു പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യാൻ നോക്കി കാണാനായിട്ടൊക്കെ വേണ്ടിയാണ് നമ്മൾ ഏത് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡക്റ്റീവ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു തിയറിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർമുലേറ്റിംഗ് എ തിയറി, ഒരു പുതിയ തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലോറിംഗ് എ ന്യൂ ഫിനോമിനൻ, ഒരു പുതിയ ഫിനോമിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തിയറിയെ ന്യൂ പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണാൻ, അല്ലെങ്കിൽ ന്യൂ പെർസ്പെക്റ്റീവിൽ അത് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻഡക്റ്റീവ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് ദ ജേർണി ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അടയാളപ്പെടുത്തിയിട്ടാണ്, എഴുതി വെച്ചോണം. ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ടു സ്പെസിഫിക് ആണ്. അതായത് മൊത്തത്തിലുള്ള അല്ലെ പബ്ലിക് ആയിട്ടുള്ള ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അതായത് മൊത്തത്തിലുള്ള ഒരു കാര്യത്തെ എടുത്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരൊറ്റ, അതായത് മൊത്തത്തിലുള്ള ഒരു ഇഷ്യൂവിനെ പഠിച്ചിട്ട് ഒരു ഇൻഡിവിജ്വലിന്റെ ഇഷ്യൂയിലേക്ക് പോകുന്നു. അതായത് മൊത്തം ഹോൾ ഇന്ത്യയിലെ ഒരു പർട്ടിക്കുലർ ബിസിനസിനെ പറ്റി പഠിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലേക്ക് ഒതുങ്ങുന്നു. അല്ലെങ്കിൽ എന്താണ്? ഒരു കേരളത്തിലെ മൊത്തം ആൾക്കാരെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിലേക്ക് എത്തുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജനറൽ ടു സ്പെസിഫിക്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സ്റ്റഡി നടത്തി എന്തിലേക്ക് ഒതുങ്ങുന്നു? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നു. അതാണ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. The researcher consider an already established ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആരെടുക്കുന്നത്? റിസർച്ചർ എടുക്കുന്നത്. ഒന്നുകൂടി എടുക്കുക, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സ്റ്റഡി നടത്തി എന്തിലേക്ക് എത്തുന്നു? ജനറൽ ടു സ്പെസിഫിക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണ്? ഡിഡക്റ്റീവ് റിസർച്ച് ആണ്. അപ്പൊ ഇൻഡക്റ്റീവ് റിസർച്ച് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? ഇറ്റ് ഈസ് ദ ജേർണി ഫ്രം സ്പെസിഫിക് ടു ജനറൽ. അടയാളപ്പെടുത്തി എഴുതി വെച്ചോണം, സ്പെസിഫിക് ടു ജനറൽ. ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം, അല്ലെങ്കിൽ എന്താണ് ഒരു ബിസിനസിന്റെ സ്റ്റഡി, അല്ലെ ഒരു ബിസിനസിനെ കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് ഹോൾ ബിസിനസ്സുകളെ പറ്റി പറയും. ഒരു ഇൻഡിവിജ്വലിനെ പറ്റി സ്റ്റഡി നടത്തിയിട്ട് ഹോൾ ആൾക്കാരെ പറ്റി പറയും. അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ഒരു വീടിനെ പറ്റി സ്റ്റഡി നടത്തിയിട്ട് ആ പഞ്ചായത്തിലെ ആൾക്കാർ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ പറ്റി സ്റ്റഡി നടത്തുകയാണ്. ഒരു സ്പെസിഫിക് ഇഷ്യൂവിനെ സ്റ്റഡി നടത്തിയിട്ട് ഹോൾ ആയിട്ട് അതിന് എന്ത് വരുവാണ്? സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ് എന്ന് പറയുന്നത് സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി സ്റ്റഡി നടത്തിയിട്ട് ജനറൽ ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ദ റിസർച്ചർ അനലൈസസ് ദ സ്പെസിഫിക് ഇഷ്യൂ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ആര് അനലൈസ് ചെയ്യുന്നത്? റിസർച്ചർ അനലൈസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടൈപ്സ് ആണ് വരുന്നത്, ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും. ഓർത്ത് വെക്കുക, ജനറൽ ടു സ്പെസിഫിക് ഡിഡക്റ്റീവും, സ്പെസിഫിക് ടു ജനറൽ ഇൻഡക്റ്റീവ് റിസർച്ചും ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് പഠിച്ചത്. ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് പഠിച്ചത്. അപ്പൊ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ മറ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ സെറ്റ് എക്സാമുകൾക്ക് ചോദിച്ചു വന്ന പോർഷനുകൾ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോകളിലൊക്കെ തുടരെ എന്തുണ്ടായിരിക്കും? റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അത് തീർന്നതിന് ശേഷം നമ്മൾ അവാർഡ്സ്, ജനറൽ നോളജിന്റെ അകത്തെ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പം ഇത് നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇനി അടുത്തതായിട്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സെക്കൻഡ്, തേർഡ് ഒരു 5 വീഡിയോയിലൂടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നിട്ടുള്ള ആ ഒരു മൊഡ്യൂളിലെ പോർഷനുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ അവാർഡ്സ്, ജനറൽ നോളജിലെ പോർഷനിലേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ പോർഷനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യാത്തത് ഈ 5 വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു വീഡിയോ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യനുകളും പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യനുകൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഈ ഒരു 4 വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനുകൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ഓരോ വീഡിയോയ്ക്കകത്തും ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ ക്വസ്റ്റ്യനുകളും ഏതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും, വീഡിയോകൾക്കകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.